ചേച്ചി, വർമ്മ സാറാ സംസാരിക്ക ചേച്ചി. സിസ്റ്റർ പവിത്ര ഡ്യൂട്ടിയിലാണോ അതോ ഫ്രീ ടൈമിലാണോ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ സർ. അല്ല, എങ്ങനെയുണ്ട് സാറിന്റെ ആരോഗ്യം? ഇലക്ഷൻ തിരക്കില് മരുന്നൊന്നും മുടക്കരുത്. ഏയ് ഇല്ല, ആ കാര്യങ്ങളൊക്കെ മകളാണല്ലോ ശ്രദ്ധിക്കുന്നത്. രണ്ടു നേരവും കൃത്യമായിട്ടും അത് അവൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അല്ല, സിസ്റ്റർ പവിത്രയ്ക്ക് ഈ മണ്ഡലത്തിലല്ലേ വോട്ടെന്ന് പറഞ്ഞിരുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മപ്പെടുത്താനാ. എന്താ സർ? എന്ത് ജോലി തിരക്കാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. തീർച്ചയായും സർ. എന്റെ വോട്ട് സാറിന് തന്നെ ആയിരിക്കും. സിസ്റ്റർ പവിത്ര, ഞാനൊരു കാര്യം പറഞ്ഞ അതൊരിക്കലും മറ്റൊരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. എന്താ സർ? എന്റെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ ഒപ്പം മനസ്സിലിപ്പോ സിസ്റ്റർ പവിത്രയുണ്ട്. എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പങ്കുവച്ച ആളായതുകൊണ്ട് തന്നെ ആവണം. ഇലക്ഷൻ ബഹളങ്ങൾക്ക് ശേഷം എനിക്ക് പവിത്രയൊന്ന് നേരിട്ട് കാണണമെന്നുണ്ട്. അല്ല, പവിത്ര ഒന്നും പറഞ്ഞില്ല. സർ, എന്റെ ഫോണില് ചാർജ് തീരെ കുറവാ. ഫോണിപ്പോ ഓഫാവും. ഓ സോറി. എങ്കിൽ ഫോൺ ചാർജ് ചെയ്തോളൂ. സമയമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ശരി സർ. ആ, ഇലക്ഷൻ കഴിഞ്ഞ് കത്തിക്കുത്തുണ്ടാക്കി ആരെങ്കിലും കൊന്നാലും വിരോധമില്ല. അളിയ പൊടിയാടി. നില്ലളിയ, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ, വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന എല്ലാവന്മാരെ എടുത്തോണ്ട് വന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ഈ 2 പെഗും ഓരോ മുട്ടയും കൊടുത്തു വിട്ടേക്ക്. ബാറുകളിലേക്കുള്ള പാസുകൾ അതാത് ബൂത്തുകളിലെ ഏജന്റുമാർ വിതരണം ചെയ്യുന്നുണ്ട്. പൊടിയാടി. നിക്കളിയ, ഈ അവിഞ്ഞതും ചീഞ്ഞതുമായ സെറ്റപ്പൊക്കെ എനിക്കാണല്ലോ. ഭരണം കിട്ടിയ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ. എടേ, എല്ലാ ബൂത്തിലും കള്ള വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ചടപടാന്ന് അടിച്ചു തരും. കൈവിരലിലെ മഷി മാച്ച് കളയാനുള്ള ആന്റിബയോട്ടിക് ആസിഡുകൾ ബൂത്തുകൾ തോറും ലിറ്റർ കണക്കിന് വിതരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത മെസ്സേജ് ആലോചിച്ചിട്ട് പാസ് ചെയ്യാം. ശരി എന്നാ. പറയാളിയാ. അടികൊള്ളിക്കര വില്ലേജിൽ കൊമ്പുമട ഭാഗത്ത് കൃത്യം 810 വോട്ടുകൾ ദേ ഇങ്ങനെ കിടന്നാടുന്നുണ്ട്. ഒറ്റപ്പിടുത്തം പിടിച്ച ആ 812 വോട്ടും ഇങ്ങു പോരും. സത്യമാണോ അളിയാ? 812 വോട്ടോ? കൃത്യം 812 വോട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ അറിയാമോ? ആ ശവന്തിന് ചാക്കോച്ചന. അയാള് ആ മൊത്തം വോട്ടും മറിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാള് എത്രയാ എമൗണ്ട് പറയുന്നത്? ശവന്തിനിക്ക് 1 ലക്ഷം, പിന്നെ വോട്ട് ആളതിന് 5000. പിന്നെ ആലോചിക്കുന്നത് എന്തിനാ ജയ? കാശല്ലേ ദാ ഇരിക്കുന്നത്. കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് വോട്ട് മറിക്ക്. ദൈവമേ, ഈ കാശൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി എവിടെ സൂക്ഷിക്കും? പ്രിയയോട് കുഴിച്ചിടാൻ വല്ലതും പറയാം. ഇനി ഇത് കള്ളനോട്ട് വല്ലതും ആണോ? വേഗം പോടോ, അല്ലെങ്കിൽ വോട്ട് വേറെ ആരെങ്കിലും മറിക്കും. ശരി, അത്യാവശ്യം. ഓക്കെ. ഗുഡ് മോർണിംഗ് അംബിക. ഗുഡ് മോർണിംഗ്. എന്താ, വോട്ട് ചെയ്യാൻ പോയില്ലേ? ഇല്ല, പോണം. ദേ വരുന്നു സൽപുത്രൻ. ആ വരവ് കണ്ടില്ലേ? എന്താ ഒരു തേജസ്.
ഓരോ പഞ്ചായത്തിലും നമുക്ക് എത്ര വീതം വോട്ടുകൾ കിട്ടുമെന്ന കാര്യത്തില് ഒരു ഏകദേശ കണക്കില്ലേ രാജു? ഏകദേശ കണക്കല്ല ശേഖരൻ സാറേ, ഉറപ്പുള്ള കണക്കാ എടുത്തിരിക്കുന്നത്. ഓ, വർമ്മ സാർ കൂടി വരട്ടെ, ആ കണക്ക് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. ശരി. അപ്പൊ ജയിക്കുന്ന ഉറപ്പായല്ലോ, അത് മതി. ജയിക്കുമെന്ന് നമുക്ക് 110% ഉറപ്പാ. ഞാൻ ഇപ്പൊ കണക്ക് നോക്കുന്നതേ ഭൂരിപക്ഷം എത്ര കിട്ടുമെന്ന്. ഒരു 30,000 ഭൂരിപക്ഷം കിട്ടുമോ രാജീവ്? അതില് കൂടുതൽ കിട്ടുമെന്ന എന്റെ കണക്ക്. ഞാൻ നമുക്ക് ലീഡ് കിട്ടുന്ന പഞ്ചായത്തുകളുടെ ഒരു കണക്ക് പറയാം. മാടപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അല്ലേ ഉള്ളൂ? അതെ, കാനക്കാലി മുനിസിപ്പാലിറ്റി. അവിടെ നമുക്ക് വൻ ലീഡാ. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാൻ ഈ ദൃക്സാക്ഷിയെ അങ്കിളും മോൾക്കങ്ങ് തിരികെ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മ തോൽക്കണം.